പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഒന്നും അറിയാതെ പോകുന്നത് എം.വി. ഗോവിന്ദനാണ്. കഴിഞ്ഞ ദിവസം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചതിനെ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. കേരളത്തിന്റെ 40% വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് UDF ആണ്. അതിൽ ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്. അവിടെയെല്ലാം കഴിഞ്ഞ 4-4.5 വർഷമായി അതിദരിദ്ര വിമുക്ത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലെല്ലാം അവരൊക്കെയും പങ്കാളികളാണ്. അതൊന്നും പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ലേ? അതൊക്കെ പ്രതിപക്ഷ നേതാവ് തള്ളിക്കളയുകയാണോ എന്നാണ് ഗോവിന്ദൻ പരിഹാസപരമായി ചോദിച്ചത്. പ്രതിപക്ഷ നേതാവ് എല്ലാം അറിയുന്നുണ്ടെന്നും ഒന്നും അറിയാതെ പോകുന്നത് എം.വി. ഗോവിന്ദനാണെന്നും പ്രതിപക്ഷ നേതാവ് മറുപടി നൽകി. ഇപ്പോഴാണ് ഇദ്ദേഹം അറിഞ്ഞത്. മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ, ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാതെ, പാർട്ടിയിലും ചർച്ച ചെയ്യാതെ PM ശ്രീയിൽ ഒപ്പിട്ടത് തെറ്റായി പോയി എന്ന് ഇപ്പോഴാണ് ഗോവിന്ദൻ തിരിച്ചറിഞ്ഞത്. വൈകിയാണ് തിരിച്ചറിഞ്ഞതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ചോദ്യം ചോദിച്ച ഗോവിന്ദന്റെ നിലപാടുകളിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ശക്തമായ മറുപടിയാണ് VD സതീശൻ നൽകിയത്. ഗോവിന്ദന് ചോദ്യം ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് പ്രതിപക്ഷ കേന്ദ്രങ്ങൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയിലേക്ക് പോകാം. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ട്രെയിനിൽ സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടുകൂടി റെയിൽവേയും സംസ്ഥാന ഗവൺമെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഗൗരവതരമായി ഇക്കാര്യത്തിലുള്ള പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം. കുട്ടികളൊക്കെ ധാരാളം പഠിക്കുന്നവരും അല്ലാത്തവരും ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. പ്രായമായ ആളുകൾ യാത്ര ചെയ്യുന്നതാണ്. ഇതുപോലുള്ള ക്രിമിനലുകൾ ട്രെയിനിൽ കയറി ക്രൂരമായ ആക്രമണം നടത്തുന്നത് തടയാനുള്ള ഫലപ്രദമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ റെയിൽവേയും കേരള പോലീസും കൂടി ആലോചിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നാണ്. കേരളത്തിലെ 40% വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് UDF ആണ്. അതിൽ ലീഗുണ്ട്, കോൺഗ്രസ് ഉണ്ട്. അവിടെയെല്ലാം കഴിഞ്ഞ 4 വർഷക്കാലമായി ഇതിന്റെ അതിദാരിദ്ര്യമുക്ത പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അവരെല്ലാം പങ്കാളികളാണ്. ഇതൊന്നും പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ലേ? അതിനെ മുഴുവൻ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറയുകയാണെന്നാണ് ചോദ്യം. ഈ പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഞാൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഒന്നും അറിയാതെ പോകുന്നത് എം.വി. ഗോവിന്ദനാണ്. ഇപ്പോഴാണ് ഇദ്ദേഹം അറിഞ്ഞത്. മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ, ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യാതെ, പാർട്ടിയിലും ചർച്ച ചെയ്യാതെ PM ശ്രീയിൽ ഒപ്പിട്ട് തെറ്റായിപ്പോയെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. വൈകിയ തിരിച്ചറിഞ്ഞത്. ഞങ്ങളെന്താണ്, ഗവൺമെൻറ് കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് 64,000 പേർക്ക് സഹായിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങളെന്തിനാണ് അതിനെ എതിർക്കണത്? ഞങ്ങൾ എതിർത്തില്ലല്ലോ. ഞങ്ങളതിനെ എതിർത്തില്ല. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. CPM ആണെങ്കിൽ എതിർത്തേനെ, ഞങ്ങളതിനെ എതിർത്തില്ല. പക്ഷേ പോണ പോക്കിൽ 9.5 കൊല്ലം കഴിഞ്ഞ് പോണ പോക്കിൽ ഒരു പ്രഖ്യാപനമാണ്. കേരളം അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. ആ പ്രഖ്യാപനമാണ് തെറ്റ്. അതിനെയാണ് വിമർശിച്ചത്. 64,000 പേരെ സഹായിച്ചതിനെ പ്രതിപക്ഷം ഒരു സ്ഥലത്തും വിമർശിച്ചിട്ടില്ല. അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അവരെ ഈ പറയുന്നത് പോലെ സഹായം കൊടുത്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ 3 വർഷത്തെ പ്ലാനിൻ്റെ അലോക്കേഷൻ്റെ ചെലവ് ഈ വകുപ്പിൽ കാണിച്ചു തരാം. പ്ലാൻ ഈ പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല ഇതിനു വേണ്ടി. ഇത് PR പ്രൊപ്പഗാൻഡ മാത്രമാണ്. അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണോ കേരളം? ഇത് പ്രഖ്യാപിച്ച ദിവസം അന്ന് ഈ തിരുവനന്തപുരത്ത് പട്ടിണി കൊണ്ടൊരു സ്ത്രീ മരിച്ചില്ലേ? അപ്പം ഇത് കള്ളക്കണക്കാണ്, തെറ്റായ കണക്കാണ്. അത് ചൂണ്ടിക്കാണിച്ച വിദഗ്ധരായ ആളുകളെ ഞാൻ ചോദിക്കട്ടെ. RVG മേനോൻ, ഡോക്ടർ KP കണ്ണൻ, MK ദാസ്, ഡോക്ടർ MA ഉമ്മൻ, അരവിന്ദാസൻ സാറ്, ഇവരെയൊക്കെ CPM സൈബർ സെല്ല് എത്ര മോശമായിട്ട് ആക്രമിക്കുന്നത്. അവരെ നാട് കടത്താൻ പിണറായി വിജയന് അധികാരമില്ലാത്തതുകൊണ്ട് ഇല്ലേ നാട് കടത്തിയതിനെ. എതിർപ്പിനെ പേടിയാണ്. എതിർക്കുന്നത് സഹിഷ്ണുതയില്ല. എതിർക്കും. ഗവൺമെൻറ്റിലിരിക്കുന്നവർ അധികാരത്തിൽ ആരിരുന്നാലും അവരെ വിമർശിക്കും. ഞങ്ങളുടെ ജോലിയാണ്. ഇന്നലെ മന്ത്രി MB രാജേഷ് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. പ്രതിപക്ഷ നേതാവ് വിളിച്ചു കൂകുന്നു എന്നാ സാധാരണ പറയാറുള്ളത്. എന്താ, ഞങ്ങൾക്ക് എഴുത്തും വായനയൊക്കെ അറിയാൻ പാടില്ലാത്തവരാണ് കോൺഗ്രസ്സുകാരെല്ലാം. ഇവരെല്ലാം ബുദ്ധിജീവികളാണ്. ഇവരുടെ ബുദ്ധിജീവി നാട്യം നടിക്കുന്ന ആളുകളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സർക്കാരിൻ്റെ ഒരു നടപടിയെ വിമർശിച്ചപ്പോൾ പട്ടി ഓരിയിടുന്നത് പോലെ, കുറുക്കൻ ഓരിയിടുന്നത് പോലെ വിളിച്ചു കൂകുന്നു എന്നുള്ള വാക്കാണ്. അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര. പിണറായി വിജയൻ്റെ സ്വഭാവം ഇവരിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. ആരും വിമർശിക്കാൻ പാടില്ല. ഒരാളും വിമർശിക്കാൻ പാടില്ല. ശ്രീ കൽപ്പറ്റ ഗവൺമെൻറ്റിനെതിരായി വിമർശിച്ചപ്പോൾ എല്ലാവരും ആദരിക്കുന്ന ആ ബഹുമാനപ്പെട്ട മനുഷ്യനെക്കുറിച്ച് എന്ത് മോശമായിട്ടാണ് ഈ സൈബർ മീഡിയയിൽ ആക്രമിക്കുന്നത്. ഇവരിൽ ഇപ്പോൾ ഈ അതീവ ദാരിദ്ര്യരഹിത സംസ്ഥാനം എന്നുള്ളത് ചോദ്യം ചെയ്ത പല പ്രഗത്ഭരായ ആളുകളും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരായിരുന്നു. ഒരു നാളിൽ
അവരൊരു തെറ്റായ കാര്യം ഗവൺമെൻറ് ചെയ്തപ്പോൾ അത് തെറ്റാണ്. അവർ ചോദ്യങ്ങളാണ് ചോദിച്ചത്, അതിനൊരു മറുപടിയില്ല. എന്നിട്ട് അവർ വിമർശിക്കുകയാണ്, അവരുടെ മക്കിട്ട് കയറുകയാണ്. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പിണറായി വിജയനോട്, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. ഇവിടെ ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും. ഇവിടെ PR പ്രൊപ്പഗാൻഡയായിട്ട് ഇറങ്ങിയാൽ ഞങ്ങൾ അതിനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും. ഈ PR പ്രൊപ്പഗാൻഡയൊന്നും കേരളത്തിൽ നടക്കില്ല. തെരഞ്ഞെടുപ്പിൻ്റെ തലയാഴ്ച നടത്തുന്ന ഈ നമ്പറെല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയും. നിങ്ങളുടെ മുഖം മൂടി ഞങ്ങൾ അയച്ചു മാറ്റിയത് തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പഞ്ചായത്തിലോ ഇതൊക്കെ ആണല്ലോ പഞ്ചായത്തിലും ചെയ്ത് ജില്ലയിലും ചെയ്ത് പിന്നെ രാവിലെ പരസ്യവും കൊടുത്ത് കോടിക്കണക്കിന് രൂപ പരസ്യവും കൊടുത്ത് പിന്നെ ഈ പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കേണ്ട കാശിൽ നിന്ന് 1.5 കോടി രൂപ വകമാറ്റിയിട്ട് ഇവിടെ ആഘോഷം നടത്തി സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന്, ഇതൊന്നും കൂടാതെ കേരളത്തിലെ 140 MLA ഒരു കാര്യമില്ലാതെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ റൂൾ 300 സ്റ്റേറ്റ്മെന്റും പറയിപ്പിച്ചു. എന്തിനാണ് ഈ നാടകമൊക്കെ? എന്തിനാണ് ഈ നാടകം? ആരെ കളിപ്പിക്കാനാണ് ഈ നാടകം? അത് ഞങ്ങൾ തുറന്നു കാട്ടും, അത് ഇനിയും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കും, ഒരു സംശയം വേണ്ട. വേറെ ആരെങ്കിലും ചോദിക്കട്ടെ? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ്? പരിപാടി അല്ലല്ലോ വിമർശിച്ചു. ഇങ്ങനെയാണ് പരിപാടി നടത്തുന്നത്. അവർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ബജറ്റ് അലോക്കേഷൻ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണമല്ലേ, അതിൽ നിന്ന് എടുത്തിട്ടാണ് 1.5 കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഈ ആഘോഷം നടത്തുന്നത്. അവരുടെ അലോക്കേഷൻ നിന്നാണോ നടത്തേണ്ടത് ഈ കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കുന്നത്? എന്നിട്ട് പിന്നെ അസംബ്ലിയിൽ പ്രത്യേക സമ്മേളനം നടത്തുന്നത്, വേറെ സമ്മേളനം നടത്തുന്നത്, എന്നിട്ട് തെറ്റായൊരു മെസ്സേജും കൊടുക്കുകയാണ്, കേരളം അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണെന്ന്. തെറ്റാണത്, അതിനെ ഞങ്ങൾ വിമർശിക്കുന്നത്. അല്ല, അത് നടത്തുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് സത്യസന്ധവും നീതിപൂർവമായ തരത്തിൽ അത് നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് വിളിച്ചിട്ടുണ്ട്, ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കും. എന്നിട്ട് ഗവൺമെൻറ് കൂടി ഇക്കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് 52.5 ലക്ഷം പേര് നീക്കം ചെയ്യാം. ഒരു 140 നിയോജക മണ്ഡലത്തിൽ ശരാശരി ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് 37,000-ലധികം പേരുടെ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടുകയാണ്. പലയിടത്തും 35,000 മുതൽ 40,000 പേരുടെ വരെ വോട്ടുകളാണ് നീക്കം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് വേണ്ടി പോകുമ്പോൾ മനഃപൂർവ്വമായിട്ടാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ സമയത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അടിച്ചേൽപ്പിക്കുന്നത്. സംസ്ഥാനത്തെ BJP ഒഴിച്ചുള്ള രാഷ്ട്രീയ കക്ഷികളും സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറും അവിടെ അറിയിച്ചു ഈ സമയത്ത് ഇത് ചെയ്യരുതെന്ന്. എന്നിട്ടും അവർ മനഃപൂർവ്വം നടത്തുവാണ്. സത്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരാണ് ജനങ്ങളെ സഹായിക്കുന്നത്. ഈ സമയത്ത് അവർ പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി നടക്കുന്ന ഒരു സമയത്ത് ഇത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. അതായത് സത്യസന്ധവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയ മുഖമുദ്ര. അത് ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്.